കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തെ സത്യത്തിൽ അംഗീകരിക്കണം. കാരണം വേദപുസ്തകത്തിലെ പല സത്യങ്ങളെയും കൃത്യമായി കേരളത്തിലെ മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത് പെന്തക്കോസ്ത് സമൂഹം തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തില്ല. എന്നാൽ അവരതിനകത്ത് ചെയ്യുന്നൊരു വലിയ ചതിവുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ദശാംശം എന്നുള്ളതാണ്. ദശാംശത്തെക്കുറിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്ന കാര്യങ്ങളോ പഴയ നിയമം പഠിപ്പിക്കുന്ന കാര്യങ്ങളോ പെന്തക്കോസ്തുകാർ മിണ്ടാറില്ല. അവിടുന്ന് ഒന്ന് രണ്ട് വാക്കുകൾ എടുത്തിട്ട് മുഴുവൻ ആളുകളെ കൊണ്ട് ദശാംശം കൊടുപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവർ. വാസ്തവത്തിൽ പുതിയ നിയമം പഠിപ്പിക്കുന്നത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത യാഗപീഠമാണ് നമുക്കുള്ളത്. എബ്രായ ലേഖനത്തിലൊരു വാക്യമാണ്. പഴയ നിയമത്തിൽ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവൻ അഹോവൃത്തി കഴിപ്പാൻ ഉള്ള അവകാശമാണ് ദശാംശം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ദശാംശം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അത് 3 വർഷത്തിലൊരിക്കൽ എല്ലാത്തിൻ്റെയും 10 കൊടുക്കും. എന്തിനാണ് കൊടുക്കുന്നത് അറിയാമോ? അത് കൊടുക്കുന്നത് ആലയത്തിൽ ആഹാരം ഉണ്ടാകാൻ. ആലയത്തിൽ എന്തിനാ ആഹാരം? ആലയത്തിലാണ് നാട്ടിലെ വിധവകളും അനാഥരും പരദേശികളും പാർക്കുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതായത് നാട്ടിലെ മുഴുവൻ വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും ആഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ ദശാംശം കൊടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൻ, ലേവി വംശത്തിൽപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് വേറെ എങ്ങും ഒരിടവും കാണാൻ പാടില്ല. ഒരു തുണ്ട് ഭൂമി എങ്ങും കാണാൻ പാടില്ല. അവർ വേറെ പണിക്കുവാൻ പാടില്ല. എങ്ങും ഒരു ഓഹരി കാണാൻ പാടില്ല. അവർ ഈ ആലയത്തിൽ കിട്ടുന്നത് കൊണ്ട് വേണം അവരും കഴിയാൻ. അതിനുവേണ്ടിയാണ് അവിടെ ദശാംശം പഠിപ്പിച്ചത്. ഇനി ആ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നവർ, ദശാംശം വാങ്ങുന്ന ആ പുരോഹിതരോ, അവർ 25-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് കയറണം, 50-ാമത്തെ വയസ്സ് റിട്ടയർഡ് ആകണം. ഇതൊക്കെ പഴയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് എൻ്റെ ഫോണിൽ എന്നെ വിളിക്കാം. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിന് അവസാനം പറയാം. ഇനി പുതിയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്നു, ന്യായപ്രമാണത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയാൽ നിങ്ങൾ നീതീകരിക്കപ്പെടാൻ ഇച്ഛിക്കുന്നെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. വാസ്തവത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ്റെ കീഴിലാണ്. ഞാനിത് ഗലാത്യ ലേഖനം 3:10 വാക്യവും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ വാക്യവും പറഞ്ഞത്. അപ്പം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ദശാംശം എന്ന് പറയുന്നൊരു വിഷയം മാത്രം എടുത്ത് ഇവിടുത്തെ ജനത്തെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ, നിങ്ങൾക്ക് കിളിവാതിൽ തുറന്ന് ഇഷ്ടം പോലെ കിട്ടാൻ ദശാംശം കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് ശുദ്ധ വാണിഭമാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളെ ഒരു കച്ചവടച്ചരക്കാക്കുകയാണ്. ആലയത്തിൽ ബിസിനസ് നടത്തുകയാണ്. വളരെ തന്ത്രപരമായി ഈ ഉപദേശമെടുത്ത്, ദശാംശം എന്ന് പറയുന്ന ഉപദേശമെടുത്ത് ജനത്തെ പറ്റിക്കുകയാണ്. ദശാംശം ലേവിക്കുള്ളതാണ്. അത് യഹൂദൻ്റെ പ്രമാണമാണ്. പുതിയ നിയമത്തിലെ പ്രമാണമില്ല. പുതിയ നിയമത്തിലെ പ്രമാണം നിങ്ങളുടെ അധ്വാനത്തിൽ, നിങ്ങളുടെ നന്മയിലെ ഓഹരി നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണം. അതെത്ര പെർസെൻറ്റേജ് കൊടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഹൃദയത്തിൽ ബോധിക്കുന്നത് കൊടുക്കുക. ഇനി കർത്താവിന് വല്ലതും കൊടുക്കുന്നെങ്കിൽ ചെറിയവരിൽ ഒരുവന് കൊടുക്കുക. നഗ്നനായ കർത്താവ് നടന്നു, വസ്ത്രമില്ലാതെ, ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചെറിയവരിൽ ഒരുവന് കൊടുക്കുന്നത് കർത്താവിന്. വചനം പഠിപ്പിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധിച്ചതുപോലെ കൊടുക്കാം. ഇവിടെ അവകാശം പറയാനില്ല. കിട്ടിയാൽ സന്തോഷത്തോടെ വാങ്ങുക, ഇല്ല എങ്കിൽ കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക. പൗലോസ് പഠിപ്പിച്ച മാതൃകയാണ്